കേരളത്തിന്റെ പൊതുജനാരോഗ്യം പിണറായി സർക്കാർ വെന്റിലേറ്ററിലാക്കിയെന്ന് കെ.പി.സി.സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി.എൻ. പ്രതാപൻ. ആരോഗ്യമേഖലയോടുള്ള സർക്കാരിന്റെ അവഗണനയും അനാസ്ഥയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ എം.പി. കൂടിയായ പ്രതാപൻ. ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു കേരളത്തിലെ ആരോഗ്യരംഗം. എന്നാൽ പിണറായി സർക്കാരുകൾ മേഖലയെ തകർത്ത് കേവലം കച്ചവടം മാത്രമായി മാറ്റി. സ്വകാര്യ മെഡിക്കൽ കോളേജുകളുമായുള്ള അന്തർധാരയാണോ ഇതിന് പിന്നിലെന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം പൊതുജനാരോഗ്യം തകർന്നാലേ സ്വകാര്യ മേഖലയ്ക്ക് ഗുണമുണ്ടാകൂ. കേരളത്തിലെ പൊതു ആരോഗ്യ രംഗത്തെ പരിപൂർണമായും ഇല്ലാതാക്കുന്ന നടപടിയാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത് എന്ന കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർമാർ അവര് തന്നെ പരസ്യമായി സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ പോലും പരസ്യമായി അവർക്ക് പ്രതികരിക്കേണ്ടി വരികയാണ്. അതിനർത്ഥം കേരള ഗവൺമെന്റ് പൊതു ആരോഗ്യ മേഖലയെ വെന്റിലേറ്ററിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇങ്ങനെ വെന്റിലേറ്ററിലായ കേരളത്തിന്റെ പൊതു ആരോഗ്യം അതിനെ അവസാന ശ്വാസോച്ഛ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം UP-യിൽ പോലും ഏതെങ്കിലും സ്വകാര്യ മെഡിക്കൽ ലോബികളുമായി പിണറായി അന്തർധാരയാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടില്ല. ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിലൊന്നും ഒരു നടപടിയും ഉണ്ടാകാത്തത് വകുപ്പിന്റെ അനാസ്ഥയ്ക്ക് ജില്ലയിലെ ഉദാഹരണങ്ങളാണെന്നും പ്രതാപൻ പറഞ്ഞു. ശരാശരി തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം 5000-ൽ പരം ആളുകൾ OP-യിൽ വരുന്നത്. എല്ലാവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകളാണ്. ഈ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 4.5 വർഷമായ ഒരു സൂപ്രണ്ട് ഇല്ല. അതുപോലെ തന്നെയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നെഫ്രോളജിയിൽ ആളില്ല, അതേപോലെ ന്യൂറോളജിയിൽ ആളില്ല. എല്ലാം ഒറ്റ ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആരെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്കുമായി വന്നാൽ, ഹൃദ്രോഗമായി വന്നാൽ, അവരുടെ ഹൃദയം ശസ്ത്രയ്ക്ക് വേണ്ടി ഒരു ഡോക്ടർ വന്ന രോഗി തിരിച്ചു പോകുമോ എന്ന ഭയമുള്ളതാണ് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി. പറയാൻ സങ്കടമുണ്ട്, ഖേദമുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, അഡ്വക്കേറ്റ് ഷാജു ജക്കോടങ്കണ്ടത്ത്, മുൻ DCC പ്രസിഡന്റുമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, മുൻ MLA അനിലക്കര, മുൻ UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. നെഞ്ചുരോഗ ആശുപത്രി പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിൻ്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. TCV തൃശൂർ.